വഖഫ് അധിനിവേശത്തിനെതിരെയുള്ള ജനം ടിവിയുടെ ലൈവത്തോൺ തുടരുകയാണ്. നമുക്ക് നമ്മുടെ പ്രതിനിധികളിലേക്ക് ആദ്യം പോകാം, അതിനുശേഷം അതിഥികളിലേക്ക് എത്താം. വയനാട് നിന്നും അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, നമുക്കറിയാം വയനാടും ഒരു പ്രദേശം ഒന്നാകെ വഖഫിൻ്റേതാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള നോട്ടീസ് ലഭിക്കുകയുണ്ടായി. ഏകദേശം 5.77 ഏക്കർ വരുന്ന ഭൂമിയാണ്. ഇതിൽ ആരാധനാലയങ്ങളുണ്ട്, സാധാരണക്കാരിലും സാധാരണക്കാരായവരുണ്ട്. അവർ പരമ്പരാഗതമായി ജീവിച്ച് താമസിച്ച് അവരുടെ ഉപജീവന മാർഗം തേടിക്കൊണ്ടിരുന്ന പ്രദേശമാണ്. ഇതിലൊക്കെയാണ് ഈ ഒരു നോട്ടീസ് പൊടുന്നനെ വന്നിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ നമ്മളോട് പ്രതികരിച്ച പലരും പറഞ്ഞത് ഇവർ വഖഫ് ബോർഡിന് മുന്നിൽ ഹാജരാകില്ല, ഇതുമായി മുന്നോട്ട് പോകും, ഏതറ്റം വരെയും സമരവുമായി മുന്നോട്ട് പോകും, കഷ്ടപ്പെട്ടു വെച്ച വീടും കിടപ്പാടവും ഒന്നും അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് തങ്ങൾ ഇവരുടെ മുൻപിൽ ഹാജരാകില്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. അതായത് തങ്ങൾ പരമ്പരാഗതമായി ഇവിടെ താമസിച്ചു വന്ന ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ മറ്റാരും ഇവിടെ അവകാശം ചോദിച്ചു വരേണ്ട എന്നുള്ളത് തന്നെയാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. വലിയ പ്രതിഷേധം ഉയർത്താനാണ്, വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രദേശവാസികളുടെ തീരുമാനം. ഇവർ പറയുന്നതനുസരിച്ച് ഈ സർവേ നമ്പർ പ്രകാരം ഉൾപ്പെടുന്ന വീടുകളാണ് ഈ പ്രദേശത്തുള്ള ഏകദേശം 10-ലധികം വീടുകൾ ഈ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവർക്കും വരും ദിവസങ്ങളിൽ നോട്ടീസ് വരാം എന്നുള്ള ഒരു ഭയപ്പാടിലാണ് ഈ പ്രദേശവാസികളുള്ളത്. 5 പേർക്കാണ് ഇപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്നത്. ഈ നോട്ടീസ് പറയുന്നത് പ്രകാരം 5.77 ഏക്കർ ഭൂമിയാണ് ഇപ്പോൾ വഖഫിൻ്റെതായി ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ നോട്ടീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് തന്നെ 1.5 ഏക്കർ മാത്രമാണ് പള്ളിയും അതുപോലെ തന്നെ മദ്രസയും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളും അടങ്ങിയിട്ടുള്ളത്. ബാക്കി 3 ഏക്കറിലധികവും ഈ പ്രദേശത്ത് ഉൾപ്പെടുന്ന ആളുകളുടേതാണ്, അല്ലെങ്കിൽ സാധാരണ ഇവിടെ താമസിക്കുന്ന ആളുകളുടേതാണ്. അങ്ങനെയെങ്കിൽ തങ്ങൾ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന ഇത്തരത്തിലുള്ള ഒരു നോട്ടീസും തന്ന് തങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇറങ്ങുവാൻ തങ്ങൾക്ക് കഴിയില്ല, തങ്ങൾക്ക് മനസ്സില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ അടക്കം പറയുന്നത്. നോട്ടീസ് വന്നവർ ആശങ്കയിലായതുപോലെ തന്നെ ഈ നോട്ടീസ് വരാനിരിക്കുന്നവരും വലിയ ആശങ്കയിൽ തന്നെയാണ്. നോട്ടീസ് വന്നില്ലെങ്കിലും ആ നോട്ടീസിൽ പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നവരാണ് ഇവർ. ഒരു സർവേ നമ്പറിൽ ഉൾപ്പെടുന്ന പ്രദേശവാസികളാണ് ഈ സ്ഥലത്തുള്ളത്. അത്തരത്തിൽ വലിയ ആശങ്ക ഇവർക്കുണ്ട്. യുവമോർച്ച വലിയ സമരത്തിന് ഈ വരും ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് നേരത്തെ നമ്മളോട് സംസാരിച്ചിരുന്നു. ഉപവാസ സമരമടക്കമുള്ള സമരങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇലക്ഷൻ കഴിയുന്നതോടുകൂടി തന്നെ ഉപവാസ സമരത്തിലേക്ക് യുവമോർച്ച കിടക്കുമെന്നുള്ളതാണ് യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ശരത്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സമരത്തിലേക്ക് BJPയും അതുപോലെ തന്നെ യുവമോർച്ചയും കിടക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഈ പ്രദേശവാസികളും ഈ ഒരു കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു സമരത്തിന് മുന്നൊരുക്കം നടത്തുമെന്നുള്ളത് ഇപ്പോൾ പറയുന്നു. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേതാക്കളോ പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ അടങ്ങുന്നവർ ഇതുവരെയും ഇവരെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്നുള്ളതടക്കമുള്ള ദുഃഖമാണ് ഇവർക്ക് ഏറെ ഉള്ളത്. മാത്രമല്ല MLA അടക്കമുള്ളവരുണ്ട്, മന്ത്രിയുണ്ട്, സ്വന്തമായ ഒരു മന്ത്രിയുണ്ട്. പക്ഷേ ആ മന്ത്രി പോലും ഇവരോട് വന്നിട്ട് ഇതിന്റെ ഒരു ആശങ്ക പരിഹരിക്കുകയോ എന്താണ് ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്നുള്ളത് കൂടി പറഞ്ഞിട്ടില്ല എന്നുള്ളതടക്കം പ്രദേശവാസികൾ പറയുന്നു. എന്തിനാൽ തന്നെയും വരും ദിവസങ്ങളിലടക്കം വലിയ പ്രതിഷേധങ്ങൾക്കായിരിക്കും വയനാട് സാക്ഷ്യം വഹിക്കുക.